തൃശൂരിൽ വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മെറീന, മകൻ പ്രവീൺ എന്നിവരെയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഹരിത, ഇന്ന് ഉച്ചയോടെയാണ് ഇങ്ങനെയൊരു മരണവിവരം പ്രദേശത്തുള്ളവർ അറിയുന്നത്. മരിച്ചിട്ട് ദിവസങ്ങളായി എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. മരിച്ച് മൃതദേഹം ചീഞ്ഞളിഞ്ഞ പുറത്തേക്ക് ദുർഗന്ധം വമിച്ചപ്പോഴാണ് പ്രദേശത്തുള്ളവർ ഈ വീട്ടിൽ ചെന്ന് നോക്കിയത്. അപ്പോഴാണ് ഈ പ്രദേശത്തുള്ളവർക്ക് ഈ മരണവിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈസ്റ്റ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈസ്റ്റ് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വീടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് കടക്കാവുന്ന എല്ലാ വാതിലുകളും ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്ത നിലയിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്നാണ് പ്രാഥമികമായി പോലീസിന് ഒരു നിഗമനത്തിലെത്തിയിട്ടുള്ളത്. മെറീന 78 വയസ്സ്, മകൻ പ്രവീൺ 48 വയസ്സ് എന്നിവരാണ് വീടിനുള്ളിൽ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ മെറീനയ്ക്ക് 3 മക്കളാണ്. പ്രവീണിനെ കൂടാതെ മറ്റൊരു മകനും മകളുമുണ്ട്. മകൻ വിദേശത്താണ്, മകൾ തൃശ്ശൂരിൽ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. മകൾ ഇടയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ട് എന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. ഒരാഴ്ചയെങ്കിലും ആയി കാണും ഈ മരണം നടന്നിട്ട് ഇരുവരുടെയും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കാരണം അത്ര വലിയ ദുർഗന്ധമാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത്. പ്രദേശവാസികൾ പറയുന്നത് ഒരാഴ്ചയായി ഇത്തരത്തിൽ പുറത്തേക്ക് ദുർഗന്ധം ചെറിയ രീതിയിൽ വമിച്ചു തുടങ്ങിയും ദുർഗന്ധം രൂക്ഷമായപ്പോഴാണ് സമീപത്തുള്ള കടയിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ വീടിന് അടുത്ത് ചെന്ന് നോക്കിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഇരുവരും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ഈസ്റ്റ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മരണകാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എടുത്തു പറയത്തക്ക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കുടുംബമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യതയോ മറ്റോ ഒന്നും അല്ല അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നാണ് പറയുന്നത്. എന്തായാലും മറ്റ് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നത് ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വീടിന്റെ വാതിലുകളെല്ലാം അകത്തു നിന്ന് പൂട്ടിയ സാഹചര്യത്തിൽ ഒരു ആത്മഹത്യ എന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ കൂടുതൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ പൂർത്തിയാക്കിയാൽ മാത്രമേ പുറത്തു വരൂ. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ആത്മഹത്യ എന്നാണ് ഒരു നിഗമനത്തിൽ പോലീസ് ഉള്ളത്. ഹരിത. ശരി അനീഷ്.